വയനാട് പ്രകൃതിയുടെ മനോഹാരിതയും വന്യമൃഗങ്ങളുടെ ആവാസവ്യവസ്ഥയുമായ ഈ ഭൂപ്രദേശം വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. കടുവയുടെ വരവും അക്രമങ്ങളും കാരണം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നരഭോജി കടുവ ഇറങ്ങി എന്ന വാർത്തകൾ നമുക്ക് കാണാം. എന്നാൽ കടുവ ഈ മേഖലയിലേക്ക് എന്തുകൊണ്ട് വരുന്നു? ഇതിന്റെ കാരണം എന്താണ്? ഇന്ന് ആ സാധാരണ സംഭവത്തിന് പിന്നിലെ യാഥാർത്ഥ്യം നമുക്ക് പരിശോധിക്കാം. വയനാട് വനമേഖല കേരളത്തിലെ പ്രധാന വനഭൂമികളിലൊന്നാണ്. ഇവിടെ സമൃദ്ധമായ വനവാസം മാത്രമല്ല, വിവിധയിനം വന്യമൃഗങ്ങളുടെയും ആവാസവ്യവസ്ഥയുമാണ്. എന്നാൽ കഴിഞ്ഞ വർഷങ്ങളിൽ വയനാട്ടിലെ മനുഷ്യവാസ പ്രദേശങ്ങളിൽ കടുവകളുടെ കയറ്റം വർദ്ധിച്ചിരിക്കുകയാണ്. കാരണം ഒന്ന്, വനനശീകരണമാണ് ഇതിന് പ്രധാന കാരണം. മനുഷ്യവാസം കൂടിയതോടെ കടുവയുടെ ആവാസവ്യവസ്ഥ നാശമാകുകയാണ്. ഭക്ഷണം ലഭിക്കാൻ കടുവകൾക്ക് നാട്ടിലേക്ക് ഇറങ്ങേണ്ടി വരുന്നു. കാരണം രണ്ട്, കാട്ടുമൃഗങ്ങളുടെ എണ്ണം കുറയുന്നു. കടുവയുടെ പ്രധാന ഭക്ഷണമെന്നു വരുന്നത് കാട്ടുമാൻ, കാട്ടുപന്നി, കുരങ്ങുകൾ തുടങ്ങിയ മൃഗങ്ങളാണ്. എന്നാൽ വനങ്ങൾ ഇല്ലാതാകുമ്പോൾ ഇവയുടെ എണ്ണവും കുറയുന്നു. ഭക്ഷണം ലഭിക്കാതെ കടുവകൾ കൃഷിയിടങ്ങൾക്കും വീടുകൾക്കും സമീപം വരുന്നു. കാരണം മൂന്ന്, മനുഷ്യൻ വന്യമൃഗം തർക്കം. വയനാട്ടിലെ നിരവധി കർഷകർ തങ്ങളുടെ കൃഷിയിടങ്ങൾ വനത്തിന്റെ അതിർത്തിയിലായാണ് നിലനിർത്തുന്നത്. അതിനാൽ തന്നെ മനുഷ്യനും വന്യമൃഗങ്ങളും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടലുകൾ വർദ്ധിക്കുന്നു. മുട്ടൻ ആടുകളും പശുക്കളും കടുവയുടെ ഇരയാകുന്നു. പിന്നെ കടുവയെ പിടിക്കാൻ ട്രാപ്പുകളും സ്ഥാപിക്കപ്പെടുന്നു. കാരണം 4, കാലാവസ്ഥാ വ്യതിയാനവും ഇവയിലൊരു കാരണമാണ്. മഴക്കാലം വൈകുകയോ കുറയുകയോ ചെയ്യുമ്പോൾ വനങ്ങൾ പൂർണ്ണമായും വറ്റിപ്പോകുന്നു. ഇത് കാടുള്ളിലെ ജീവജാലങ്ങളെ ബാധിക്കുന്നു. ഇതിനാൽ കടുവകളുടെ സ്വഭാവം മാറുകയും അവ പുതിയ സ്ഥലങ്ങൾ തിരയുകയും ചെയ്യുന്നു. ഇന്ന് നാം കണ്ടുവരുന്നത് വനപാലകരും വന്യജീവി സംരക്ഷകരും കടുവയെ വീണ്ടും വനത്തിലേക്ക് തിരിച്ചേക്കാൻ ശ്രമിക്കുന്നു. ട്രാങ്ക്വിലൈസർ, മയക്കുവെടി ഉപയോഗിച്ച് അവയെ സുരക്ഷിതമായി പിടിച്ച് വനത്തിനുള്ളിൽ തിരിച്ചുവിടുന്നു. എന്നാൽ വാസസ്ഥലത്തേക്കുള്ള തിരിച്ചുപോക്കിന്റെ കാര്യത്തിൽ വലിയ അർത്ഥവുമില്ല. കാരണം വനങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുന്നു. വയനാട്ടിൽ കടുവ ഇറങ്ങുന്ന പ്രധാന കാരണം മനുഷ്യന്റെ തന്നെ ഇടപെടലുകൾ ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. വനങ്ങൾ സംരക്ഷിക്കണം. വന്യമൃഗങ്ങൾക്ക് അതിനുവേണ്ട ആഹാരവും സ്ഥലവും ലഭ്യമാകണം. മനുഷ്യരും വന്യമൃഗങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ കുറയ്ക്കാനുള്ള പുതിയ വഴികൾ ആലോചിക്കണം. നിങ്ങളുടെ അഭിപ്രായം എന്ത്? കടുവയുടെ ആവാസവ്യവസ്ഥ സംരക്ഷിക്കേണ്ടതുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് കാണാൻ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.